നമുക്കറിയാം, എല്ലാ സമരങ്ങളും സമാധാനപരമായി തന്നെയാണ് ആരംഭിക്കുന്നത്. എന്നാൽ അധികൃതർ വേണ്ട രീതിയിൽ മനുഷ്യജീവന്റെ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിന് വേണ്ടിയാണ് ഇവിടെ വികസനങ്ങൾ നടത്തുന്നത്. ആ വികസനം കൊണ്ട് മനുഷ്യജീവിതം ഇല്ലാതാക്കുന്ന ഒരു പ്ലാന്റ് എന്തിനാണെന്നാണ് എനിക്ക് അവരോട് ചോദിക്കാനുള്ളത്. എന്നാൽ എന്തുകൊണ്ട് ഈ ജനവാസ മേഖലയിൽ തന്നെ ഇത്തരത്തിലൊരു പ്ലാന്റ് പ്രവർത്തിപ്പിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്ന ഈ ഓണറും അതുപോലെ തന്നെ ഈ പഞ്ചായത്തും എന്തുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. ബഹുമാനപ്പെട്ട ജോസഫ് സി മാത്യു സാറ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ അഴിമതിയുടെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഇതിലുണ്ട് എന്നുള്ളത് വളരെ നഗ്നമായ ഒരു സത്യം മാത്രമാണ്. ഞാൻ ഇന്ന് രാവിലെ ഈ സമരത്തിൽ പങ്കെടുക്കാനായിട്ട് പുല്ലോട്ട് വന്നപ്പോൾ എന്നെ അറിയാവുന്ന ആളാണോ അറിയാൻ വയ്യാത്ത ആളാണോ അവിടെ നിന്നുകൊണ്ട് ഇപ്രകാരം എന്നോട് ചോദിച്ചു, അച്ഛാ എത്ര പേർ ഈ സമരത്തിൽ മരിച്ചു, ഒരു കണക്ക് പറയാമോ? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മരിച്ചു കഴിഞ്ഞിട്ട് കണക്കെടുക്കുന്നതും മരിച്ചു കഴിഞ്ഞിട്ടുള്ളതായ രക്ഷാപ്രവർത്തനവുമാണോ നമുക്ക് വേണ്ടത്? അദ്ദേഹം ആ സ്കൂട്ടർ വിട്ടിട്ട് എന്നെ ഗവനിക്കാതെ കടന്നുപോയി. അടുത്ത് നിന്നയാൾ പറഞ്ഞു, അച്ഛാ ഇതുപോലുള്ള മറുപടികൾ കൊടുക്കാത്തതാണ് നമ്മുടെ പ്രശ്നം. ഈ ദേശത്ത് വിഷ ദുരന്തങ്ങൾ ഉണ്ടാകരുത്, അത് ഉണ്ടാകരുതെന്നുള്ള മുന്നറിയിപ്പാണ് ഈ സമരം നൽകുന്നത്. വിഷ ദുരന്തങ്ങൾ ഉണ്ടായ ശേഷം അതിനോട് പ്രതികരിക്കുന്നതല്ല നമുക്ക് വേണ്ടത്. നമ്മളിപ്പോൾ കുവൈറ്റിൽ കണ്ടല്ലോ, 50 പേരാണ് വിഷപ്പുക ശ്വസിച്ച് മരണമടഞ്ഞത്. കാര്യകാരണങ്ങളല്ല പ്രധാനം, എന്നാൽ ചില മുൻകരുതലുകൾ നമുക്ക് എടുക്കാൻ ഇപ്പോഴേ കഴിയണം. അതിന് സാധ്യതമായി തീരട്ടെ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ ഭരണാധികാരികളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇവിടെ പഞ്ചായത്ത് മെമ്പർ പ്രസംഗിച്ചു, ഇത് പലപ്പോഴും അവർ പോലും അറിയാതെ ചെയ്യുന്നതായ പ്രവർത്തനമാണെന്ന്. എവിടെയാണ് നമ്മുടെ ഭരണ സംവിധാനം നിലനിൽക്കുന്നത്? ഭരണാധികാരികൾ സുഖലോലുപരായി ഇരിക്കുമ്പോൾ ഇവിടെയുള്ളതായ 5 വർഷത്തിലൊരിക്കൽ കയ്യിൽ മഷി പുരട്ടുന്നതായ ഒരു ജനതയുണ്ട് എന്ന് ഓർക്കുന്നത് നല്ലതാണ് പ്രിയപ്പെട്ടവരെ. ഇനിയും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരും, ഇനിയും ഇവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ വരും, ഇവിടെ ഇനിയും പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ വരും. അപ്പോഴൊക്കെ ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് ഞങ്ങളുടെ കയ്യിലും അധികാരത്തിന്റെ ദണ്ടുണ്ട് എന്ന് തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തിരുത്താൻ പറ്റുന്ന സമയത്ത് തിരുത്തുവാൻ ഈ പഞ്ചായത്തിലെ പ്രിയപ്പെട്ടവരോട് വിനയപുരസ്സരം ആഹ്വാനം ചെയ്യുകയാണ്. എനിക്ക് പ്രിയപ്പെട്ടവരോട് ഒരു വാക്കോട് പറയുവാനായിട്ടുണ്ട്. 75 ദിവസം നിങ്ങൾ ചെയ്തതായ ഈ സഹന സമരത്തിന് പിന്തുണ അറിയിക്കുന്നതോടൊപ്പം തുറന്നുള്ളതായ സമരപരിപാടികൾ വേണ്ടി വന്നാൽ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകണമെന്ന് അപേക്ഷിക്കുകയാണ്. അപ്രകാരമുള്ള സമരപരിപാടികളിലൂടെ ഈ പ്ലാന്റ് അടച്ചുപൂട്ടും വരെ നിരന്തരമായ പോരാട്ടത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകണം. ഇവിടെ ജീവജാലങ്ങൾക്ക് പ്രാധാന്യമുണ്ട്, മനുഷ്യന് പ്രാധാന്യമുണ്ട്. ഇവിടെ ജീവിക്കുവാനുള്ള അവകാശം ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ജീവന്റെ മേലുള്ളതായ ഈ ധ്വംസനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ അവസരം തന്നതിന് പ്രത്യേക നന്ദി.